Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. How are you everybody? I hope all of you are doing well. Psalms chapter 103 verse 13 പറയുന്നു, സങ്കീർത്തനം 103:13 ഇപ്രകാരം പറയുന്നു, അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. Like as a father pities his children, so the Lord pities them that fear him. അത് അവിടെ കാണുന്നത് the father's love is restoring. അവിടെ നമ്മൾ കാണുന്നത് പിതാവിന്റെ സ്നേഹം വീണ്ടെടുക്കുന്നതാ. ആമേൻ. പിതാവിന്റെ സ്നേഹം നമ്മെ വീണ്ടെടുക്കുന്നതാണ്. The love of the father always restores us. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു റീസ്റ്റോർ ചെയ്യുന്ന ആ വർഷമാണ് 26. 2026 is the year the Lord is restoring us. John chapter 21 verse 15 പറയുന്നു, John chapter 21 verses 15 we read, ആമേൻ, പീറ്റർ restoring, restoration. പത്രോസിന്റെ വീണ്ടെടുപ്പിനെ നമ്മൾ കാണുന്നു. Peter denied Jesus 3 times. 3 പ്രാവശ്യം പത്രോസ് യേശുവിനെ ത്യജിച്ചു പറഞ്ഞു. But after his resurrection, എന്നാൽ കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം Jesus came looking for Peter. യേശു പത്രോസിനെ തേടി വരികയാണ്. Not to condemn him. അവനെ കുറ്റം വിധിക്കാനല്ല തന്നെ തേടി വന്നത്. Amen. But to restore him, Jesus asked. യേശു പത്രോസിനെ തേടിയത് തന്നെ കുറ്റം വിധിക്കാനല്ല, തന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. Do you love me? തന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി ചോദിച്ച ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 times. 3 ആവർത്തി ആ ചോദ്യം ചോദിച്ചു. Healing Peter's failure with grace and recommending him to lead his people. പത്രോസിന്റെ എല്ലാ വീഴ്ചകളെയും താഴ്ചകളെയും തോൽവികളെയും കൃപയാലും തന്റെ ജനത്തെ നയിക്കുവാനെന്നുള്ള ഒരു ദൗത്യത്താലും കർത്താവ് പത്രോസിനെ സൗഖ്യമാക്കി. പത്രോസിന്റെ ആ വീഴ്ച പിന്മാറ്റം കർത്താവ് കണക്കിട്ടില്ല. The Lord didn't count his shortcoming, his failure towards him. അവനെ റീസ്റ്റോർ ചെയ്യുവാൻ കർത്താവ് തീരുമാനിച്ചു. The Lord decided to restore Peter. കർത്താവ് ഒരു വാക്ക് അവനോട് പറഞ്ഞിരുന്നു. The Lord spoke a word to him. ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും. I will make you a fisher of men. അവൻ വീണ്ടും മത്സ്യത്തെ പിടിക്കുവാൻ വേണ്ടി പോയപ്പോൾ, as he went back to fishing again, കർത്താവ് അവനെ തേടി ചെന്നു. the Lord sought him out. അവൻ ഈ പുറകോട്ട് പോയതെല്ലാം ഈ പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കാത്തത് നിമിത്തമാണ്. The reason why he went back to fishing is because he didn't receive the anointing of the Holy Spirit. പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചപ്പോൾ, so when he received the power of the Holy Spirit, ആമേൻ, അവന്റെ ലൈഫ് എല്ലാം ചേഞ്ച് ചെയ്തു. his life changed entirely. മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റി. and God made him a person who's a fisher of men. ഒറ്റ പ്രസംഗം കൊണ്ട്, with just a sermon, ഒറ്റ പ്രസംഗം കൊണ്ട്, in a single sermon, 3000 പേര് രക്ഷിക്കപ്പെട്ടു. 3000 got saved. 3000 പേര് സ്നാനപ്പെട്ടു. 3000 decided to take baptism. ഇതെല്ലാം നടന്നത്, all of these took place. The father's love is restoring ആണ്. പിതാവിന്റെ സ്നേഹം വീണ്ടെടുക്കുന്നതാണ്. ആമേൻ. ഒരു വീണ്ടെടുപ്പിൻ സ്നേഹമായ യേശുവിന്റെ സ്നേഹം. the love of Jesus is a love that restores. The father's love not only forgiveness. പിതാവിന്റെ സ്നേഹം ക്ഷമിക്കുക മാത്രമല്ല ചെയ്യുന്നത്, it restores. വീണ്ടെടുക്കുകയും ചെയ്യുന്നു. Amen. Even when we fail, നമ്മുടെ തോൽവികളിലും കർത്താവ് നമ്മളെ ക്ഷമിക്കുക മാത്രമല്ല നമ്മളെ വീണ്ടെടുക്കുകയും ചെയ്യുന്നു. He does not discard us. നമ്മളെ വെറുതെ ഒറ്റപ്പെടുത്തി കളയുകയല്ല ദൈവം ചെയ്യുന്നത്. He rebuild us. നമ്മളെ വീണ്ടും പണിയുകയാ കർത്താവ് ചെയ്യുന്നത്. നാം തോറ്റുപോകുമ്പോൾ, even when we fail, നമ്മെ കളയാതെ, he doesn't discard us. യേശു നമ്മെ വീണ്ടും പണിയുന്നു. he rebuilds us. അവൻ നമ്മെ സ്നേഹിക്കുന്നു. he loves us. അതാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ കാര്യം. that is the most important thing in our life. ഈ പുതിയ വർഷത്തിൽ, in this new year, ദൈവം നിങ്ങളെ റീബിൽഡ് ചെയ്യും. the Lord is rebuilding you. നിങ്ങൾ തോറ്റുപോയ സ്ഥാനത്ത്, in the very place that you failed, പരാജയപ്പെട്ട സ്ഥാനത്ത്, in the very place that you were defeated, കുറവുകൾ സംഭവിച്ച സ്ഥാനത്ത്,
സ്ഥാനത്ത് in the very place you had shortcomings in life. കർത്താവ് നിങ്ങളെ തേടി വരുന്ന സ്നേഹമായ യേശുവിന്റെ സ്നേഹം. Oh, the love of Christ is the love that seeks you out. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. I am going to pray for you. നിങ്ങൾ കർത്താവിലേക്ക് വരിക. You need to come to Christ. ഇതൊരു കർത്താവിന്റെ ശബ്ദമായി നിങ്ങൾ ഏറ്റെടുക്കുക. Oh, you need to receive this voice as the voice of the Lord. യേശുവേ, Jesus, ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. I bless this people. ഈ ജനത്തിന്റെ മേൽ അങ്ങയുടെ കരം വയ്ക്കണമേ. Place your hand upon this people. ആമേൻ. ഈ പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ As they're stepping into this new year, ഒരു പുതിയ നന്മ ഉണ്ടാകണമേ. oh, let there be a new blessing. യേശുവിൻ നാമത്തിൽ. In Jesus' name, ആമേൻ. amen. ഈ പുതിയ വർഷം അസാധാരണമായ ചില ദൈവപ്രവൃത്തികൾ നടക്കാൻ പോവുകയാണ്. In this new year that we are about to step into, there will be some extraordinary works of the Lord. കർത്താവ് വരാൻ താമസിച്ചാൽ If the Lord's coming tarries, അടുത്ത 4 വർഷം for the next 4 years, അത് സ്പെഷ്യൽ ഇയേഴ്സ് ആയിരിക്കും. oh, the next 4 years will be a very special year. ദൈവ മക്കളെ ഒരുക്കുന്ന സമയം. It will be a time where the children of God will be prepared. പണിയുന്ന സമയം. Oh, it will be the time when the children of God will be built. പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന സമയം. It is a time where the purification of the children of God happens. ദൈവത്തിന്റെ ഗ്ലോറി റെലം വെളിപ്പെടുന്ന വർഷം. Oh, it is the year when the glory realm is revealed. എല്ലാം സംഭവിക്കാൻ പോകും. Everything is going to take place. Amen. God bless you. Amen, and God bless you.